വി.ഡി. സതീശൻ ഒരു സന്ദർഭം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത് ഈ പറയുന്ന കേരളയിലുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇതുപോലെ തന്നെ ഒരു നിലപാട് തരൂർ എടുത്തു. സർക്കാരിന് അനുകൂലമായ നിലപാട്, പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാട്, ശക്തമായ എതിർ നിലപാടുമായി പ്രതിപക്ഷം ഇവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഡൽഹിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിശദാംശങ്ങൾ തരൂരിനെ ധരിപ്പിച്ചു. തരൂർ ഉടനെ തന്നെ മറുപടി എഴുതുകയുണ്ടായി, അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി എന്നാണ് സതീശൻ പറഞ്ഞത്. LOP എന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു, അത് പ്രായോഗികമല്ല എന്ന് വെച്ചാൽ ഈ കേരളയിൽ പ്രായോഗികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിർവഹിക്കേണ്ട രാഷ്ട്രീയ ദൗത്യത്തെ പറ്റിയാണല്ലോ. ഈ കൃപേഷ് ശരത്ലാൽ KPCCയുടെ മീഡിയ വിഭാഗം ഇന്നൊരു പോസ്റ്റർ ഇറക്കിയത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി തരൂര്. പിന്നീട് തരൂര് അത് മുക്കിയിട്ട് മറ്റൊരു രൂപത്തിൽ വളരെ വളരെ മൃദുവായി CPM-നെ പറ്റി ഒന്നും പറയാതെ പിന്നീട് ഒരു പുതിയ പോസ്റ്റുമായി രംഗത്ത് വന്നതും അങ്ങ് കണ്ടതാണ്. അങ്ങനെയെങ്കിൽ തരൂർ സ്വയം നീതി കാണിക്കണം. അദ്ദേഹത്തിന് എവിടെയോ ഒരു പിഴവ് പറ്റി, അത് തിരുത്തുന്നുവെങ്കിൽ അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരിടത്ത് പൊങ്ങുക, പിന്നെ മുങ്ങുക, പിന്നെ വീണ്ടും പൊങ്ങുക, എന്നിട്ട് പിന്നെ സ്വയം തിരുത്തുമെന്ന മാഹാത്മ്യം കൂടി ഇടയ്ക്കിടയ്ക്ക് പറയുക. അതിനപ്പുറം എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഈ നിലപാടുകൾക്ക്? ശ്രീകുമാർ. അല്ല, ശശി തരൂരിൻ്റെ നിലപാട് ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസിനോട് വലിയ താല്പര്യമുള്ള രീതിയിലല്ലെന്ന് പലവട്ടം ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ ഇന്നത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സാധാരണ ഒരു കോൺഗ്രസ് നേതാവും ഷെയർ ചെയ്തിട്ടില്ല. ശശി തരൂർ അത് ഷെയർ ചെയ്തിട്ട് പിന്നീട് മാറ്റിയതാണ് പ്രശ്നമായത്. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് നാളെ വിശദീകരണം കൊടുക്കേണ്ട, അതൊരു കാര്യം. പക്ഷേ സാധാരണഗതിയിൽ ഞാനിത് വേണത് പറയാൻ കാരണം യൂത്ത് കോൺഗ്രസ് കുറ്റം പറയല്ല. ചില പ്രത്യേക ഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ തിരുത്തേണ്ട ഘട്ടമുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടം കേരളത്തിൽ വന്നിരിക്കുകയാണ്. കാരണം ഈ തൊഴിൽ എവിടെ വേണ്ടു? കേരളത്തിൽ ഇത്രയും തൊഴിലില്ലായ്മ ഉള്ള സ്ഥലത്ത്, പിൻവാതിൽ നിയമനം നടക്കുന്ന സ്ഥലത്ത്, യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്ന ഒരു ഭരണകൂടമുള്ള സ്ഥലത്ത് ശശി തരൂർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പറയണ്ടേ, നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരുത്തിയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് 1970-കളിലെ യൂത്ത് കോൺഗ്രസ് പ്രഷർ ഗ്രൂപ്പായിട്ട് AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത്? ഞാനിത് പറയാൻ കാരണം ചില ഘട്ടങ്ങളിൽ മാതൃസംഘടനയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് പറയുക. അതിനാണ് യൂത്ത് കോൺഗ്രസ്. ആ ഒരു നല്ല രീതിയിലാണ് ഞാനത് പറഞ്ഞത്, അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയല്ല. പക്ഷേ ഇവിടെ ഇന്ന് V.D. സതീശൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അക്കമിട്ട് എഴുതിയത്, അതിൽ നമ്മുടെ രാജീവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ ഒരു വലിയ നീണ്ട ലേഖനം എഴുതി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതി എന്തുകൊണ്ടാണ്? ഈ കണക്കിലെ പൊള്ളത്തരം കൊണ്ടല്ലേ. അത് നാളെ തിരുത്താതിരിക്കുക എന്തെങ്കിലും ചെയ്യണ്ടേ. പക്ഷേ ഒരു സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. നിസ്സാര കാര്യമല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകടനമായി അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിന്റെ കരുത്തായി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ തരൂരിനെതിരെ ഒരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ നേതൃത്വത്തിനോട് പരാതിപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് ആർക്ക് ആയുധം നൽകലാകും? അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്ന് സതീശൻ കളിച്ച കളി, കരു എന്ന നിലയിൽ ആരെയാണോ CPM ഉപയോഗിക്കാൻ നോക്കിയത്, ആ കരുവിനെ ആ കളത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റി. എന്നിട്ട് നേർക്കുനേർ സംവാദത്തിലേക്ക് പോവുകയാണ് സതീശൻ. അതല്ലേ ശരി? ഇയാളെ അങ്ങ് അവഗണിക്കുക. അത് തന്നെയല്ലേ പോയി ഹൈക്കമാൻഡും ചെയ്തിരിക്കുന്നത്. കാരണം ഈ മോദി സ്തുതിയും സ്റ്റാർട്ടപ്പ് സ്തുതിയും രണ്ടും കൊണ്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുത്താൽ അത് ഒരു ആയുധമായി എതിർകക്ഷികൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരു അവസരം കൊടുക്കേണ്ടതില്ല. അതല്ലേ കുറെ കൂടെ ബുദ്ധിപരമായ നീക്കം